ഞാൻ പറവൂരിലേക്കൊന്ന് പോകുന്നു. അവിടെ നമുക്ക് അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. വിജയദശമി ദിനാശംസകൾ. പ്രതിപക്ഷ നേതാവ് അടക്കം പറവൂരിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദക്ഷിണ മൂകാംബിക എന്നാണ് പേര് പറവൂർ ക്ഷേത്രത്തിന്. അവിടെയും രാവിലെ നല്ല തിരക്കുകളുണ്ടോ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഇവിടെ രാവിലെ 5 മണിക്ക് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം, നിരവധി കുഞ്ഞുങ്ങൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ്. ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ച് 20ഓളം പേരാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകുന്നത്. ഏതാണ്ട് ഉച്ചവരെ വിദ്യാരംഭ ചടങ്ങുകൾ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാവിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തൻ്റെ പറവൂരിലെ വസതിയിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നൽകുകയും ചെയ്തു. അത്തരത്തിൽ എല്ലാ വർഷവും അദ്ദേഹം പറവൂരിലെ വീട്ടിൽ വെച്ച് വിദ്യാരംഭത്തിന് നേതൃത്വം നൽകാറുണ്ട്. സമാനമായ രീതിയിൽ ഇന്നും അദ്ദേഹം നിരവധി കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രമാണ്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ചിലർ വലിയ വാശി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് നിരവധി കുഞ്ഞുങ്ങൾ വലിയ വാശിയൊന്നും ഇല്ലാതെ, കരച്ചിലൊന്നും ഇല്ലാതെ ആദ്യാക്ഷരം കുറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു അർജുൻ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ എഴുതുന്നവരുണ്ട്. ഇതെന്താണ് സംഭവം എന്നറിയാതെ കൈകൊണ്ട് കുത്തിവരയ്ക്കുന്നവരുണ്ട്. അതേപോലെ കിട്ടാൻ പോകുന്ന കളിപ്പാട്ടത്തെക്കുറിച്ച്, കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ആദ്യാക്ഷരം കുറിക്കുന്നവരുണ്ട്. ഒടുവിൽ ഈ കുറിച്ചു കഴിയുന്ന അക്ഷരങ്ങൾ അവരെ പുതിയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലേ? അങ്ങനെയല്ലേ അക്ഷരങ്ങളും അറിവുകളും നമ്മളെ കൊണ്ടുപോകുന്നത്? എത്രയെത്ര ലോകങ്ങൾ കണ്ടു അക്ഷരങ്ങളിലൂടെ കൈപിടിച്ച്. ഈ കുഞ്ഞുങ്ങളും പുതിയ പുതിയ ലോകങ്ങളിലേക്കും അറിവിൻ്റെ വിസ്മയങ്ങളിലേക്കും എല്ലാം അക്ഷരങ്ങളുടെ കൈപിടിച്ച് കയറട്ടെ.